ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലൻഡിങ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. എല്ലാവർക്കും സ്വാഗതം. ഈ മക്കളെ 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് പ്രത്യേകം ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്ക് തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് അല്ലേ. കാരണം നമുക്ക് 3 ക്വസ്റ്റ്യൻസ് വരും. 3 ക്വസ്റ്റ്യൻസിനകത്ത് 2 ക്വസ്റ്റ്യൻസ് മാത്രം റൈറ്റ് ചെയ്യുന്നുള്ളൊരു സെക്ഷൻ വരാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് എസ് എ പാർട്ടിൽ വന്നിരിക്കും കേട്ടോ. അതിൽ ഏറ്റവും നിർബന്ധമുള്ള ഐറ്റംസ് ഞാൻ പറയുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങളത് മിസ്സാക്കല്ലേ. ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജ് ഓഫ് DBMS. DBMSന്റെ അഡ്വാൻറ്റേജസ് മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ DBMS ചാപ്റ്ററിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് വന്നിരിക്കും. ഒന്നെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് DBMS. എന്നാൽ അഡ്വാൻറ്റേജ് DBMS എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഡേറ്റ റിഡൻഡൻസി, ഡേറ്റ കൺസിസ്റ്റൻസി, എന്താണ് എഫിഷ്യൻറ്റ് ഡേറ്റ ആക്സസ്, ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ ഷെയറിങ് ഓഫ് ഡേറ്റ എന്നൊക്കെ പറഞ്ഞ കുറേ അഡ്വാൻറ്റേജ് കിടപ്പുണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വിശദമായിട്ട് മാരത്തോണിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കി ഇവിടെ. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് എസ് എ പാർട്ടിലാണ്. സോ ആരും അത് മിസ്സാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കും, സാറേ ആൻസർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ട്, ആൻസർ എന്ത് ചെയ്യുന്നു ചോദിക്കും അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ മാരത്തോണിൽ പറയുന്നുണ്ട് മക്കളെ, ഞാൻ വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട്. സോ നമ്മൾ ചെറിയൊരു വീഡിയോയിൽ എല്ലാ കണ്ടൻസ്, കാരണം നിങ്ങൾക്കൊരു വേഗം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പോകേണ്ടത്. ആൻസർ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് മക്കളെ, നിങ്ങൾ മാരത്തോൺ ലൈവുകളൊക്കെ ആണ്. മാരത്തോൺ ലൈവിൽ എന്താണ് ഡീറ്റെയിൽ പറയുന്നുണ്ട്. സോ ആരും മിസ്സാക്കല്. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പറയാം കേട്ടോ. ഇവിടെ നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്. C++ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇതൊന്ന് കൺസിഡർ ചെയ്യല്ലേ. ഓക്കെ, എന്നിട്ടാണ്ട് ഈ ഒരു കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. മസ്റ്റ് ആയിട്ട് നമ്മുടെ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് നിന്നും DBMS നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കില്ല. ആ 2 ക്വസ്റ്റ്യൻസ് മിസ്സാക്കില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ് ഈ 2 ചാപ്റ്റേഴ്സ് മിസ്സാക്കില്ലേ. ഇറ്റ്സ് അഡ്വാൻറ്റേജ് നമ്മുടെ ഈ പറഞ്ഞ DBMS നിന്നും ഈ പറഞ്ഞ C++ അഥവാ നമ്മുടെ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുക. അതിലൊരു മാറ്റമില്ല കേട്ടോ. അതിലൊരു മാറ്റമില്ല, ഫിക്സഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ നമ്മൾ റൈറ്റ് ചെയ്തല്ലേ, ഇന്നലെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തുകയാണല്ലോ. ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുക. ദെൻ എന്താണ് ഇതിനകത്തുള്ള എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ ലൂപ്പിനെ റീറൈറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ I=1 എന്താണ് ഇനിഷ്യലൈസേഷൻ അല്ലേ. ഇനിഷ്യലൈസേഷൻ എന്താണ്? ഓക്കെ, ഇനിഷ്യലൈസേഷൻ എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? ഇതിനകത്ത് ബോഡി ഓഫ് ദി ലൂപ്പിനകത്ത് ഏതാണ്? ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകല്ലേ. ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ആൻസർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരും. ദെൻ എന്താണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസേഴ്സ്, ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ആൻസർ, സെക്കൻഡ് പാർട്ട് ആൻസർ, തേർഡ് പാർട്ട് ആൻസർ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളോ വന്നിരിക്കും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് സ്കോർസ് ഓഫ് 5 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ. 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്കോർസ് ഓഫ് 5 സ്റ്റുഡൻസ് കേട്ടോ. 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ റിവേഴ്സ് ഓർഡർ ഡിസ്പ്ലേ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, യൂസ് നെയിം സ്പെസിഫിസിറ്റി, ഇൻഡിമേന് എന്താ മക്കളെ ഇവിടെ നോക്കടാ. സ്കോർ ഓഫ് 5 ഡിക്ലെയർ ചെയ്തു. നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളും ഐയും ഡിക്ലെയർ ചെയ്തു. 5 സൈസുള്ള ഒരു അറേയും ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്താണ് മക്കളെ ലൂപ്പ് ഐയുടെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താണ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം എന്താ മക്കളെ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റേസ് എന്ന് പറയാം ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ടിങ് 0 മുതലായിരിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. ദെൻ ഐയുടെ വാല്യൂ I<5. കാര്യം നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ അറേയുടെ സൈസ് 5 ആണെങ്കിൽ എവിടെ ആയിരിക്കും അവസാനിക്കുന്നത്? 4 അവസാനിക്കുന്നത്. അല്ലാതെ I<4 എന്നോ അല്ലെങ്കിൽ I<5 എന്നോ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇൻ സ്കോർ ഓഫ് 5 അല്ലേ. സ്കോർ ഓഫ് 5 അഥവാ നമുക്കാണെങ്കിൽ ഓരോ എലമെൻറ്റ്സിന് ഇൻപുട്ട് കൊടുക്കുക. ഓരോ എലമെൻറ്റ്സിന് ഇൻപുട്ട് കൊടുത്തു പോവുക. എന്നിട്ട് റിവേഴ്സ് ഓർഡർ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ ലാസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അപ്പോൾ 4, 3, 2, 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? ഡൗട്ട് അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ദെൻ ഐയുടെ വാല്യൂ 4 തുടങ്ങി I > 0 ആണ്. I- ഐയുടെ വാല്യൂ കുറഞ്ഞ് വരും അല്ലേ. യെസ്. റിട്ടേൺ 0 ക്ലോസ് ചെയ്യുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്,
ഓക്കെ, വിർച്വൽ പ്രൈവറ്റ് സെർവർ. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ സാറ് ഇന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് എഫോസിനി വിശദമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും മിസ്സാക്കില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായിട്ടൊക്കെ അവിടെ വരിക കേട്ടോ, നിങ്ങളുടെ മാരത്തോൺ ലൈവുകൾ വരിക, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ ലൈവിൽ നമ്മളിത് ചെയ്തതാണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ടേബിൾ ക്രിയേഷൻ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അത് ഓപ്ഷൻ ഇത് ഈ പറഞ്ഞ നമ്മളിന്നാണ് ഈ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം DBMS മസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഇനി വരുന്നതിൽ ഓപ്ഷൻസ് ആട്ടോ, ഓപ്ഷണൽസ് ആണ്, അഥവാ ഏതെങ്കിലും ഒന്ന് വരാം. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം, HTML ഡോക്യുമെന്റ് ബേസ് സ്ട്രക്ചർ. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്ത് ടൈറ്റിൽ ക്ലോസ് ചെയ്ത് ഹെഡ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ട് നമുക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റ് ടാക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കില്ല കേട്ടോ. യെസ്, നെക്സ്റ്റ് നോക്കാം, കൺസിഡർ ദി ഫോളോയിങ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഒരു ടേബിൾ സ്റ്റുഡൻറ്റ് കൺസിഡർ ചെയ്യുക, എന്നിട്ടാണെങ്കിൽ ഈ കൊറീസ് റൈറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഫസ്റ്റ് റിവ്യൂ C++ പ്രോഗ്രാം DBMS മസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പിന്നെ എല്ലാം ബാക്കി ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ്, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം കേട്ടോ. യെസ്, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ്. DBMSലെ ക്വസ്റ്റ്യൻ, DBMSൽ ഏറ്റവും കൂടുതൽ SIക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് അഡ്വാൻറ്റേജ് ഓഫ് DBMS, സെക്കൻഡ് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ്. ഇത് രണ്ടുകൂടെ നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ വരാം. അതായത് രണ്ട് അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുക, എ പാർട്ട് ക്വസ്റ്റ്യൻ രണ്ട് അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുക, സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ രണ്ടും ഒറ്റ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് വരാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല, സോൾവ് ചെയ്ത് പഠിക്കാൻ പോലെ. ഓക്കെ, അപ്പോൾ DBMSലും ഈ പറഞ്ഞ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും, അതിലൊരു മാറ്റമില്ല മക്കളെ, അതിലൊരു മാറ്റമില്ല. യെസ്, ആൻസർ എന്തെന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ആൻസർ അല്ല, നമ്മൾ വ്യക്തമായിട്ട് മാരത്തോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം, നെക്സ്റ്റ് നോക്കാം, എക്സ്പ്ലെയിൻ 3 കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് എൽസ് ഫോർ, ഓക്കെ, സ്വിച്ച്, അങ്ങനെയുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലുണ്ട്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ജാവാസ്ക്രിപ്റ്റിലെ അപ്പോൾ ജാവാസ്ക്രിപ്റ്റും C++ ഡിഫറൻസ് ഒന്നും ഇല്ല, സെയിം സിൻടാക്സ് തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. അവിടെ പഠിച്ചാൽ ഇവിടെ ഉപകാരമുണ്ട്. പക്ഷേ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ, പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആയിരിക്കും അല്ലേ. മറ്റേത് C ആണെങ്കിൽ, C++ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ പറഞ്ഞ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണ്, എക്സ്പ്ലെയിൻ എനി സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇൻ C++. സ്ട്രിംഗ് ഫംഗ്ഷൻസ് C++, ഒറ്റ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല ഫംഗ്ഷനകത്ത്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് C++ എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൽ 2-3 എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എന്നിട്ട് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്നാണ്, ഫോർമൽ ആർഗ്യുമെന്റ് എന്നാണ്. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻസിന് ഇത് വിളിക്കാം, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കാൻ പറ്റും. എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് വിളിക്കുന്ന പേരാണെന്ത്, ഫോർമൽ ആർഗ്യുമെന്റ് അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് essay പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കല്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും പഠിക്കുക. പിന്നെ ഇന്നത്തെ മാരത്തോൺ എല്ലാവരും കാണുക. മാരത്തോണിൽ വിശദമായിട്ട് എല്ലാ കോൺസെപ്റ്റും വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും ലൈവ് മിസ്സാക്കല്. ഇന്നത്തെ മാരത്തോൺ, പിന്നെ അതിൻ്റെ അപ്പുറത്തെ മെഗാ മാരത്തോൺ ആയിക്കോട്ടെ, 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പേരിലായിക്കോട്ടെ, പേരിലൊന്നും അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടോ ഇവിടെ വെക്കാം. അപ്പോൾ എന്താ മക്കളെ, അപ്പം പേരിലൊന്നും കാരണം തലേന്ന് പറയും ഫുൾ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. മാരത്തോൺ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫുൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഇന്നും നാളെയും കൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എന്നിട്ട് മറ്റേ നാൾ കൊണ്ട് എന്താ മക്കളെ, ഇന്നും നാളെയും കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. സോ ആരും മിസ്സാക്കല്ലേ, കാര്യങ്ങളൊന്നും മിസ്സാക്കല്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ഓൾ ദി ബെസ്റ്റ്.